إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أيها الناس أوصيكم وإياي أولا بتقوى الله. ബഹുമാനപ്പെട്ട വിശ്വാസിനികൾ, നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഈ മാലോകരോട് വിളംബരം ചെയ്യുന്ന ഒരു പ്രസ്താവനയുണ്ട്. അള്ളാഹു പറയാണ്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മഖബൂലായ ദീൻ, മതം എന്നുള്ളത് ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം അല്ലാത്ത മറ്റൊരു മതവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല. അള്ളാഹു അത് ഖബൂൽ ചെയ്യുകയും ഇല്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന. അള്ളാഹു അവതരിപ്പിച്ച ഈ ദീനുൽ ഇസ്ലാം അല്ലാത്ത മറ്റൊരു മതം കൊണ്ടാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ആ മതമനുസരിച്ച് കൊണ്ടാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ, ഫലൻ യുഖ്ബല മിൻ, ഒരിക്കലും അവനിൽ നിന്നും ആ ദീൻ സ്വീകരിക്കപ്പെടുന്നതല്ല. അതിൻ്റെ അർത്ഥം, ഈ ജനങ്ങളെ സൃഷ്ടിക്കുകയും ഈ ജനങ്ങൾക്ക് ജീവിക്കാൻ അനിവാര്യമായ നിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിലൂടെ അല്ലാതെ അള്ളാഹുവിലേക്ക് എത്താനോ ദുനിയാവിലും ആഖിറത്തിലും വിജയം കണ്ടെത്താനോ മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല. ആ ഒരു പ്രസ്താവനയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ അൽ ഇൽമു വൽ അമൽ, നമ്മൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ, അതിനാണ് ദീൻ എന്ന് പറയുക. ആ അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ച ദീൻ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ മുന്നിൽ എത്തുകയും എന്നിട്ട് ആ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തിയ ദീനിനെ പഠിപ്പിച്ചു തരാൻ അള്ളാഹു നിശ്ചയിച്ചതാണ് പ്രവാചകന്മാരെ. അതിൽ അവസാനത്തെ പ്രവാചകനും ഇനി കാലാകാലം വരാനിരിക്കുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും മാതൃകയുമായിട്ടുള്ള പ്രവാചകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനുള്ള ആളാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഈ പരിശുദ്ധ ഖുർആൻ സുമ്മ ഇന്ന അലൈനാ ബയാന, അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ ഇറക്കി കൊടുക്കുകയും എന്നിട്ട് ആ റസൂലിനോട് കൽപ്പിക്കുകയും ചെയ്യാണ്, സുമ്മ ഇന്ന അലൈനാ ബയാന, ഈ ഖുർആൻ നിനക്ക് ഇറക്കി തന്നു, എന്നിട്ട് ആ ഖുർആൻ ഇറക്കി തന്നു അതനുസരിച്ച് ജീവിച്ചോ എന്നല്ല അള്ളാഹു പറഞ്ഞത്. സുമ്മ ഇന്ന അലൈനാ ബയാന, ആ ഖുർആനിന്റെ വിശദീകരണം, ബയാൻ, തഫ്സീർ, അതിനെ നിനക്ക് പറഞ്ഞു തരും. അതാണ് സുന്നത്ത് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്, പരിശുദ്ധ ഖുർആനിന്റെ ബയാൻ. ഇല്ലേ? അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ എന്തിനാ പ്രവാചകന്മാരെ നിയോഗിച്ചത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഭൂമി ലോകത്ത് നിയോഗിച്ചതിന്റെ ലക്ഷ്യമായി അള്ളാഹു പഠിപ്പിച്ചത് ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിനെ ബയാൻ ചെയ്യാൻ, വിശദീകരിക്കാൻ. അപ്പൊ നമ്മൾ സ്വീകരിക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ സ്വീകരിക്കേണ്ടത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതുപോലെയാണ്. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്ത് അത് ഖുർആനിന്റെ ബയാനാണ്, വിശദീകരണമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരാൾ പറയുകയാണ് എനിക്ക് ഖുർആൻ മാത്രം മതി. ഖുർആനാണല്ലോ അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ കലാം മുറുകെ പിടിക്കാനാണല്ലോ നമ്മൾ കൽപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് എനിക്ക് പരിശുദ്ധ ഖുർആൻ മാത്രം മതി, റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിന്റെ ആവശ്യമില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ ഫഖദ് കഫറ ഇജ്മാഅൻ, പണ്ഡിതന്മാരെ ഐക്യകണ്ഠേന പറഞ്ഞതാണ് കാഫിറാണ്. കാരണം ഖുർആൻ സുന്നത്തിന്റെ ബയാനാണ്, സുന്നത്ത് ഖുർആനിന്റെ ബയാനാണ്, വിശദീകരണമാണ്. രണ്ടും വഹിയാണ്, രണ്ടും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് സുമ്മ ഇന്ന അലൈനാ ബയാന, അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഇറക്കുകയും എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിലൂടെ അതിനെ ബയാൻ ചെയ്യുകയും ചെയ്തു. ഒരുപാട് ഉദാഹരണം നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളിലൂടെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അർക്കാനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇസ്ലാമിന്റെ 5 അടിസ്ഥാനങ്ങൾ. ലബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്തി വസൗമി റമളാൻ വഹജ്ജിൽ ബൈത്ത്. ഈ 5 കാര്യങ്ങൾ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ ഈ 5 കാര്യത്തിന്റെ തഫ്സീലാത്തുകൾ നിസ്കരിക്കാൻ പരിശുദ്ധ ഖുർആനിൽ കൽപ്പനയുണ്ട്, അഖിമിസ് സ്വലാ. എന്നാൽ ആ നിസ്കാരം അത് എങ്ങനെ നിർവഹിക്കണം, എപ്പോൾ നിർവഹിക്കണം, എവിടെ വെച്ച് നിർവഹിക്കണം, അത് ഖുർആനിലില്ല. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന വആതുസ് സകാ, നിങ്ങൾ സകാത്ത് കൊടുക്കണം. സകാത്ത് ആർക്ക് കൊടുക്കണം, എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എപ്പോ കൊടുക്കണം, അത് ഖുർആനിലില്ല. അതേപോലെ തന്നെ നോമ്പ്, ഫമൻ ശഹിദ മിൻകുമുശ് ശഹറ ഫല്യസും, റമളാൻ മാസം ആഗതമായാൽ നിങ്ങൾ നോമ്പെടുക്കണം. എങ്ങനെ നോമ്പെടുക്കേണ്ടത്, നോമ്പിന്റെ സമയം എന്താണ്, എന്താണ് നോമ്പിൽ ചെയ്യേണ്ട അഹ്കാമുകൾ, ഇതൊന്നും പരിശുദ്ധ ഖുർആനിലില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്ന് വിശദീകരിച്ചു. റസൂൽ അള്ളാഹുവിന്റെ കൽപ്പന അഖിമിസ് സ്വലാ, നിസ്കാരം എങ്ങനെ, അത് റസൂലിന്റെ ബയാനാണ്, അത് ഹദീസുകൾ കൊണ്ടല്ലാതെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധ്യമല്ല. അതേപോലെ തന്നെ നോമ്പ് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പക്ഷെ നോമ്പിന്റെ തഫ്സീലാത്തുകൾ, എപ്പോ നോമ്പെടുക്കണം, എങ്ങനെ എടുക്കണം, അതിന്റെ നിയമാവലികൾ, അത് റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകൾ പഠിക്കാനുള്ളതാണ്. അതേപോലെ തന്നെ സകാത്ത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പക്ഷെ ആ സകാത്ത് എങ്ങനെ കൊടുക്കണം, എപ്പോ കൊടുക്കണം, അതിന്റെ വിശദീകരണങ്ങളും വിശദാംശങ്ങളും അത് റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് നിന്ന് പഠിച്ചെടുക്കാനുള്ളതാണ്. അത് ഖുർആനിൽ കണ്ടെത്താൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാണ് ഹദീസ് എന്നുള്ളത്. ഹദീസ് വേറെ, ഖുർആൻ വേറെ എന്നല്ല, മറിച്ച് അൽ വഹ്യാനി ഷരീഫാൻ, രണ്ടും വഹിയാണ്, രണ്ടും വഹിയാണ്. ചില ആൾക്കാർ ഈ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ അവരുടെ ബുദ്ധികളെ മാത്രം അവലംബിച്ചുകൊണ്ട് സുന്നത്തിനെ മാറ്റി നിർത്തുകയും സുന്നത്തിന് നമുക്ക് ആവശ്യമില്ല എന്നും പറയുന്ന രൂപത്തിൽ ജനസമൂഹത്തിനിടയിൽ ചില ആൾക്കാരുണ്ട്. നമ്മൾ വളരെ ജാഗ്രതയോടെ ആയിരിക്കും അവരെ നോക്കിക്കാണേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അവസാന കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിലേക്ക് ചില ആൾക്കാർ വരും. വയഖഉദൂന അലാ അരീകതിഹി, അവരവരുടെ ചാരു കസേരയിൽ ചാരിയിരിക്കും. എന്നിട്ട് അവർ പറയും, ബൈനനാ വബൈനകുമുൽ ഖുർആൻ, നമുക്കും നിങ്ങൾക്കുമിടയിൽ പരിശുദ്ധ ഖുർആനുണ്ട്. ആ പരിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും ഹറാമുകൾ നമ്മൾ കണ്ടാൽ ഹറംനാഹു, ആ കാര്യം നമ്മൾ ഹറാമായിട്ട് കാണും.
ആ പരിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും കാര്യം ഹലാലാക്കിയിട്ട് കണ്ടാൽ നമ്മൾ ആ കാര്യത്തെ ഹലാലാക്കും. അതായത് ഖുർആനിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കും. ആ ഖുർആൻ മതി നമുക്ക്. റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകൾക്ക് പ്രസക്തിയില്ല എന്ന് പറയുന്ന ചില ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വരും. ഇത് റസൂലുള്ളാഹി തങ്ങൾ 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രവചനമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ എങ്ങനെ ചില ആൾക്കാർ വരും, അവർ കസേര ചാരി ഇരിക്കും. ഹദീസിനെ സംബന്ധിച്ചോ ഹദീസിന്റെ കിതാബുകളെ സംബന്ധിച്ചോ ഈ ഹദീസിന്റെ കിതാബിന്റെ ക്രോഡീകരണത്തിൽ പണ്ഡിതന്മാർ ത്യജിച്ച ത്യാഗങ്ങളോ അതൊന്നും വിലമതിക്കാതെ, അതൊന്നിനൊരു വിലയും കൊടുക്കാതെ അവരുടെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് കസേരയിൽ ചാരി ഇരുന്ന് അവരിങ്ങനെ അഭിപ്രായം പറയും, നമുക്ക് ഖുർആൻ മതി, ഖുർആൻ ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാം, ഹദീസിന്റെ ആവശ്യം നമുക്കില്ല എന്ന്. എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മിഖ്ദാദ് ഇബ്നു മഅദി കിരിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാണ്. അദ്ദേഹം പറയാണ്, അറിയണം അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഹറാമാക്കിയത് അത് കമാ ഹറമല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയത് പോലെയാണ്. റസൂൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഹലാലാക്കി തന്നത് അത് അല്ലാഹു ഹലാലാക്കിയത് പോലെയാണ്. അതിന്റെ അർത്ഥം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നതെല്ലാം വഹീന്റെ അടിസ്ഥാനത്തിലാണ്, സ്വന്തം ഇഷ്ടപ്രകാരമല്ല. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഹലാലാക്കിയത് അല്ലാഹു ഹലാലാക്കിയത് പോലെയാണ്. അതും ദീനിന്റെ ഭാഗമാണ്. അത് രണ്ടും സമമാണ്. അത് രണ്ടിനെയും മുറുകെ പിടിച്ചാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വേറൊരു റിവായത്തിൽ കാണാം, ഈ കസേരയിൽ അവരിങ്ങനെ അഭിപ്രായം പറയും. എന്നിട്ട് അവര് പറയും, നമ്മുടെ കാര്യങ്ങളൊക്കെ ഖുർആനിൽ കണ്ടാൽ നമുക്ക് സ്വീകരിക്കാം, ഹദീസാണോ നമുക്കത് വേണ്ടതില്ല എന്നവർ പറയും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ ഊതീതുൽ ഖുർആൻ, എനിക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു, ഖുർആൻ എനിക്ക് കിട്ടി. അതേപോലെ തന്നെ വമിത്ലഹു മഅഹു, ആ ഖുർആനെ പോലോത്ത തന്നെ അതിന്റെ കൂടെ എനിക്ക് ലഭിച്ചു. പണ്ഡിതന്മാർ വിശദീകരിച്ചത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്, ഹദീസുകളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദീൻ പഠിച്ച ഒരാള്, ദീൻ മനസ്സിലാക്കിയ ഒരാള്, അതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള്, അയാളുടെ ജീവിതത്തിൽ ഖുർആനും സുന്നത്തും തുല്യമായ അവകാശമാണ്. ഖുർആനെ മാറ്റി നിർത്തിക്കൊണ്ട് ഖുർആനെ മാറ്റി നിർത്തി ഹദീസ് മാത്രം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല. അതേപോലെ ഖുർആനെ മാത്രം പഠിച്ച് ഹദീസിനെ മാറ്റി വെച്ചുകൊണ്ടും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല. രണ്ടും ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെയാണ്, ഒന്നിന് തുല്യ ബലമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ താക്കീതോടുകൂടി നമ്മൾ പഠിപ്പിക്കുന്നത്. അതുമാത്രമല്ല, പരിശുദ്ധ ഖുർആൻ അംഗീകരിച്ച് ജീവിക്കുന്നു, നമുക്ക് ഖുർആൻ മതി എന്ന് പറയുന്നവർ, ഹദീസുകൾ പിന്നീട് ക്രോഡീകരിക്കപ്പെട്ടതാണ്. ഹദീസുകൾ വളരെ കള്ള ഹദീസുകളുണ്ട്. അതേപോലെ തന്നെ സൂഫികളും മുഅ്തസിലിയാക്കളും ഖവാരിജുകളും ഇസ്ലാമിന്റെ ശത്രുക്കളും ഹദീസിൽ അവരുടെ വക പലതും കുത്തിക്കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹദീസുകൾ വേണ്ട, ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനെ ധിക്കരിക്കുന്നവരാണ്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മൻ അൻകറ ഹദീസൻ സഹീഹൻ വാഹിദ, ഒരു സഹീഹായ ഹദീസിനെ ഒരാൾ നിഷേധിച്ചാൽ, അതൊരു പക്ഷേ അയാൾ നിഷേധിച്ചത് അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ അയാൾ ഹദീസ് നിഷേധിച്ചത് അദ്ദേഹത്തിന്റെ താല്പര്യത്തിനോട് യോജിക്കാത്തത് കൊണ്ടതായിരിക്കാം. അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദേഹേച്ഛക്കും അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം. എങ്ങനെ നിഷേധിച്ചാലും സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഫഖദ് കഫറ ഇജ്മാഅൻ, അയാൾ കാഫിറാണെന്നതിൽ പണ്ഡിതന്മാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഒരു ഹദീസ് സഹിഹ ഹദീസ് നിഷേധിച്ചാൽ മതി. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതിക്കൊണ്ട്, വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ഈ ആയത്ത് പഠിച്ചാൽ മാത്രം മതി. ഇവര് പറയും നമുക്ക് ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ട. ആ ഖുർആനിലുള്ള കാര്യമാണ് വമാ ആതാകുമുർ റസൂലു ഫഖുദു, നിങ്ങളുടെ പ്രവാചകൻ എന്തൊക്കെയാണ് കൊണ്ടുതന്നത് അത് സ്വീകരിച്ചോ, അത് മുറുകെ പിടിച്ചോ. വമാ നഹാകും അൻഹു ഫൻതഹു, എന്തൊക്കെ കാര്യങ്ങളാണ് റസൂലുള്ളാഹി തങ്ങൾ നിരോധിച്ചത് അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അതിന്റെ അർത്ഥം സുന്നത്തിനെ സ്വീകരിക്കണം, റസൂലുള്ളാഹി തങ്ങൾ നിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വമൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, റസൂലുള്ളാഹി തങ്ങളെ അനുസരിച്ചവൻ അല്ലാഹുവിനെ അനുസരിച്ചവനെ പോലെയാണ്. എങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ അനുസരിക്കുക? പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഫി അഖ്വാലിഹി വ അഫ്ആലിഹി വ തഖ്രീറാത്തിഹി, റസൂലുള്ളാഹി തങ്ങളുടെ വാക്കുകൾ, റസൂലുള്ളാഹി തങ്ങളുടെ പ്രവർത്തനങ്ങൾ, റസൂലുള്ളാഹി തങ്ങളുടെ മൗനാനുവാദങ്ങൾ, അത് അതേപടി അനുസരിച്ചവൻ അല്ലാഹുവിനെ അനുസരിച്ചവനെ പോലെയാണ്. അതേപോലെ മറ്റൊരായത്തിൽ അല്ലാഹു പറയാൻ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി,
ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ ദീനിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളെ ഫോളോ ചെയ്യണം. റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിനെ മാറ്റിവെച്ചുകൊണ്ട് പ്രിയമുള്ളവരെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാൻ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്ത് എല്ലാവരും സ്വർഗ്ഗത്തിലാണ്, ഇല്ലാ മൻ അബ, വിസമ്മതിച്ച ഒരു കൂട്ടരൊഴികെ. അപ്പൊ സഹാബാകൾ ചോദിച്ചു, മൻ യഅബ യാ റസൂലല്ലാഹ്, ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിസമ്മതിക്കുന്നത്, തടസ്സം നിൽക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബ, എന്നെ അനുസരിച്ചവൻ, എന്റെ സുന്നത്തിനെ ഫോളോ ചെയ്തവൻ അയാൾ സ്വർഗത്തിലാണ്. എന്നെ ധിക്കരിച്ചവൻ, എന്റെ സുന്നത്തിനെ വേണ്ടാന്ന് വെച്ചവൻ അയാൾ സ്വർഗത്തിൽ നിന്ന് പുറത്താണ്. ഈ ആയാത്തുകളും ഹദീസുകളും പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ പോലെ തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ഹദീസിനെയും. രണ്ടും വാജിബാണ്. ഒന്നില്ലാതെ മറ്റൊന്നിനെ നിലനിൽപ്പില്ല. ഖുർആൻ മാത്രം സ്വീകരിച്ചു എന്നതുകൊണ്ട് നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടൂല. അതുപോലെ ഹദീസുകൾ മാത്രം സ്വീകരിച്ചു എന്നതുകൊണ്ടും നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ആയത്തുണ്ട്, ഇന്നാ നഹ്നു നസ്സൽന അദ്ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇന്നാ നഹ്നു നസ്സൽന അദ്ദിക്റ, ഈ ദിക്റിനെ, ഉത്ബോധനത്തെ ഇറക്കിയത് നാമാണ്. അതുകൊണ്ട് ആ ഉത്ബോധനത്തെ സംരക്ഷിക്കലും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ദിക്റ കൊണ്ട് അർത്ഥമാക്കുന്നത് അശ്ശരീഅ, ദീനാണ്, ദീനിന്റെ നിയമാവലികളാണ്. ഈ ദീനിന്റെ നിയമാവലികൾ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. അതിന്റെ അർത്ഥം ഖുർആനിനെയും സുന്നത്തിനെയും അല്ലാഹു സുബ്ഹാനഹു തആല ഒരേപോലെ സംരക്ഷിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു സൂറത്തുൻ നജ്മിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, വമാ ളല്ല സാഹിബുക്കും വമാ ഗവ, നിങ്ങളുടെ കൂട്ടുകാരൻ പിഴച്ചു പോയിട്ടില്ല. റസൂലുള്ളാഹിയെ സംബന്ധിച്ച് പറയുന്ന വാക്കുകളാണ്. നിങ്ങളുടെ കൂട്ടുകാരൻ പിഴച്ചു പോയിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവ, അയാൾ അദ്ദേഹത്തിന്റെ ദേഹേച്ഛക്കനുസരിച്ച് സംസാരിക്കുന്ന ആളുമല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതെല്ലാം വഹീന്റെ അടിസ്ഥാനത്തിലുമാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവർ നമ്മൾ പറയുന്നത്, ഖുർആൻ പോലെ തന്നെ പ്രാധാന്യമാണ് സുന്നത്തിനും. സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും മൗനാനുവാദങ്ങളും. ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മുടെ സുന്നത്തിന് മുറുകെ പിടിക്കാൻ പറയില്ലേ, റസൂലുള്ളാഹിയുടെ ഹദീസാണ്, അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിന് മുറുകെ പിടിക്കണം. ചില ആൾക്കാർ പറയും സുന്നത്ത് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ചര്യയാണ്, അതായത് റസൂലുള്ളാഹി ജീവിച്ച രീതിയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളല്ല എന്ന്. ഈ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിത രീതിക്ക് പറയുന്ന പേരാണ് ഹദീസ് എന്നുള്ളത്. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, റസൂലുള്ളാഹി തങ്ങളുടെ വാക്കുകളും റസൂലുള്ളാഹി തങ്ങളുടെ പ്രവർത്തനങ്ങളും റസൂലുള്ളാഹി തങ്ങളുടെ മൗനാനുവാദങ്ങളും റസൂലുള്ളാഹി തങ്ങളുടെ സൃഷ്ടിപരമായ സ്വഭാവപരമായ വിശേഷണങ്ങളും ഇതിനാണ് ഹദീസ് എന്ന് പറയുക പണ്ഡിതന്മാരുടെ അടുക്കൽ. ആ ഹദീസുകൾ നമ്മൾ സ്വീകരിക്കേണ്ടത് അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതിയുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞ് ഒരാൾ ഖുർആനെയും സുന്നത്തിനെയും വേർതിരിച്ചു. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഖുർആനെ മാത്രം അംഗീകരിക്കണം, സുന്നത്തിനെ അംഗീകരിക്കേണ്ടതില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ അയാൾ മുർത്തദ്ദാൻ. ഏതുപോലെ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, മൻ ഫറഖ ബൈനൽ ഖുർആനി വസ്സുന്ന ഫഹുവ റിദ്ദ, ആരെങ്കിലും ഖുർആനെയും സുന്നത്തിനെയും വേർതിരിച്ചാൽ, ഖുർആൻ വേറെ സുന്നത്ത് വേറെ, നമുക്ക് ഖുർആൻ മാത്രം മതി സുന്നത്ത് വേണ്ട എന്നൊരാൾ പറയുകയാണെങ്കിൽ അയാൾ മുർത്തദ്ദാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖുർആൻ എത്രത്തോളം നമ്മൾ സ്വീകരിക്കുന്നുവോ അതേപോലെ സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ചില ഹദീസുകൾ കാണാം. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ പഠിപ്പിക്കുന്നത് പോലെ പല ദിക്റുകളും ദുആക്കളും നമ്മെ പഠിപ്പിച്ചിരുന്നു എന്ന്. അതിന്റെ അർത്ഥം റസൂലുള്ളാഹി തങ്ങളുടെ വാക്കുകളും ദീനിന്റെ ഭാഗമാണ്. അത് ദീനല്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ കാഫിറാണെന്നാണ് പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായം. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഹദീസ് നിഷേധത്തെ വളരെ ജാഗ്രതയോടെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ പരിശുദ്ധ മാസം ശഅബാൻ മാസം ഒരുപാട് അമലുകൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള, സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കാനുള്ള, മാനസികമായും ശാരീരികമായും പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഈ മാസം ചില ബിദ്അത്തുകൾ കൊണ്ട് ജനങ്ങൾ ദലാലത്തിന്റെ വഴികൾ സ്വീകരിക്കുന്ന നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ചും ശഅബാൻ 15 രാത്രിയും പകലുമായി ഒരു സഹിഹായ ഹദീസിലും സ്ഥിരപ്പെടാത്ത ശഅബാൻ 15 രാത്രിയുടെ പ്രത്യേകമായ ചില നമസ്കാരങ്ങളും പ്രത്യേകമായ ചില ഖുർആൻ പാരായണങ്ങളും അതേപോലെ ശഅബാനിന്റെ പകലുകളിലുള്ള
നോമ്പിനെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹീഹായ ഹദീസുകൾ സ്ഥിരപ്പെടാത്തതാണ്, റസൂൽ പഠിപ്പിക്കാത്തതാണ്, സഹാബാക്കളുടെ മാതൃകയില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കേണ്ടതാണ്. അത് ഹക്കാണ്, യാഥാർത്ഥ്യമാണ്. അതേപോലെ നിർബന്ധമാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളെ സ്വീകരിക്കലും. റസൂൽ പഠിപ്പിച്ചതിനെ സ്വീകരിക്കലും നിർബന്ധമാണ്. ഏതുപോലെ റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുപോലെ. രണ്ടും ദീനിൽ ചേരാത്തതാണ്. റസൂൽ പഠിപ്പിച്ച കാര്യങ്ങൾ ഒഴിവാക്കലും റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങളെ ചെയ്യലും ഇത് രണ്ടും ദീനിൽ പെട്ടതല്ല എന്നൊരു വകതിരിവ് കൂടി പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഏറെ ബഹുമാനപ്പെട്ട വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് മുത്തഖികളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് ആധുനിക കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഹദീസ് നിഷേധത്തിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളാണ്. മുഅ്മിനീങ്ങൾ വളരെ ജാഗ്രതയോടെ ആയിരിക്കണം ആ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ജീവിതത്തിൻ്റെ ചില അടിസ്ഥാനങ്ങളുണ്ട്. ഒരു മുഅ്മിനായി ജീവിക്കുന്ന മനുഷ്യൻ ദുനിയാവിലും ആഖിറത്തിലും വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് വിജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാള് 3 അടിസ്ഥാനങ്ങളാണ് അവർ സ്വീകരിക്കേണ്ടത്. ഒന്ന്, ആ മുഅ്മിനീങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവരുടെ ആദർശം, അവരുടെ അഖീദ, ഇതെല്ലാം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം അവർ സ്വീകരിച്ചിരിക്കേണ്ടത്. അതൊരു അടിസ്ഥാനമാണ്. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും അതിൻ്റെ പിൻബലം ഖുർആനും സുന്നത്തുമായിരിക്കണം. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം, നമ്മുടെ ആദർശം, അത് എന്ത് ആദർശമാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും അതിനൊക്കെ പിൻബലം ഖുർആനും സുന്നത്തുമായിരിക്കണം. അതൊരു അടിസ്ഥാനമാണ്. ഈ ഖുർആനും സുന്നത്തുമല്ലാത്ത ഒരു ആദർശം നമ്മൾ സ്വീകരിച്ചാൽ, അതായത് ഖുർആനിലും സുന്നത്തിലും പഠിപ്പിക്കപ്പെടാത്ത ഒരു അമല് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് തള്ളപ്പെടേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മൾ പഠിപ്പിക്കാത്ത ഒരു കാര്യം, പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കാത്തത്, ഹദീസുകളിലൂടെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കാത്തത് ഒരാൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആദർശമായി സ്വീകരിക്കുകയാണെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഒരു ഉപകാരം പോലും നേടാൻ സാധ്യമല്ല. ഇതൊരടിസ്ഥാനമാണ്. രണ്ടാമത്തത്, ഈ ഖുർആനും സുന്നത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് സലഫുകളുടെ ഫഹ്മ് അനുസരിച്ച് കൊണ്ടാണ്. എങ്ങനെയാണോ സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ, അവർ ഖുർആനും ഹദീസിനെ മനസ്സിലാക്കിയത് അതുപോലെ നമ്മൾ മനസ്സിലാക്കണം. അതില്ലെങ്കിൽ നമ്മൾ പഴച്ചു പോകുന്നതാണ് ജീവിതത്തിൽ. ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിലുണ്ട്. മുഅ്തസിലിയാക്കളാണ് ആദ്യമായി സഹാബാക്കളെ കാഫിറാക്കിയത്. ഈ മുഅ്തസിലിയാക്കൾ അവർ ഈ സഹാബാക്കളെ കാഫിറാക്കാൻ അവർ തെളിവായി ഓതിയത് പരിശുദ്ധ ഖുർആനിന്റെ ചില ആയാത്തുകളാണ്. നിങ്ങൾ ആലോചിക്കണം, ഖുർആനിന്റെ ആയത്തോതിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബാക്കളെ കാഫിറാക്കി മുഅ്തസിലിയാക്കൾ. അവർ പറഞ്ഞു അബൂബക്കറും ഉമറും കാഫിറാണ്, നഊദു ബില്ലാഹ്. അതേപോലെ തന്നെ മുആവിയ ബിൻ അബി സുഫിയാൻ, അതേപോലെ തൽഹ, അതേപോലെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ സഹാബാക്കളൊക്കെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട കൂട്ടത്തിലുള്ള സഹാബാക്കളാണ്. അവരെയാണ് മുഅ്തസിലിയാക്കൾ കാഫിറാക്കിയത്. അവർ കാഫിറാണെന്ന് പ്രഖ്യാപിച്ചു. തെളിവ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത്. അവർ പറഞ്ഞു, ഈ സഹാബാക്കൾക്കിടയിലുണ്ടായ ഒരു യുദ്ധം, ആ യുദ്ധത്തിൽ സഹാബാക്കൾ 2 കൂട്ടരും പ്രശ്നപരിഹാരത്തിന് വേണ്ടി 2 ഭാഗത്തു നിന്ന് ഓരോ സഹാബാക്കളെ നിശ്ചയിച്ചു. അലി റളിയല്ലാഹു അൻഹു, അതേപോലെ മുആവിയ റളിയല്ലാഹു അൻഹും. ഇവർ തമ്മിലായിരുന്നു യുദ്ധം, സിഫീൻ യുദ്ധം. ചരിത്രം അറിയപ്പെട്ട യുദ്ധമാണ്. ആ യുദ്ധത്തിൽ
രണ്ട് കൂട്ടരും സുൽഹുണ്ടാക്കുന്നതിന് വേണ്ടി രണ്ട് ഭാഗത്തു നിന്നും ചില ന്യായാധിപന്മാരെ നിശ്ചയിച്ചു, ഹാക്കിമുകളെ നിശ്ചയിച്ചു. ഒരു ഭാഗത്ത് ത്വൽഹ, മറുഭാഗത്ത് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹും അജ്മഈൻ. രണ്ടുപേരും വന്നു, സംസാരിച്ചു, സുൽഹുണ്ടാക്കി, പ്രശ്നം പരിഹരിച്ചു. മുസ്ലിമീങ്ങൾക്കിടയിലെ രക്തച്ചൊരിച്ചിലുകൾ ഇല്ലാതായി, പ്രശ്നങ്ങൾ ഇല്ലാതായി. നേരെ മറിച്ച് മുഅ്തസിലിയാക്കൾക്ക് ഉറക്കം കിട്ടും. കാരണം അവരാഗ്രഹിക്കുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൈവരിക്കുകയും ഭരണം പിടിച്ചെടുക്കുകയും ചെയ്യാനുള്ള അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മുഅ്തസിലിയാക്കൾ പ്രശ്നമുണ്ടാക്കി. അവരാദ്യം പറഞ്ഞു, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, നീ തീരുമാനമെടുക്കുന്നത് അള്ളാഹു മാത്രമാണ്, അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് ഹാക്കിമിയത്തില്ല എന്ന വാദം അവർ ഉന്നയിക്കുകയും അങ്ങനെ അള്ളാഹു അല്ലാത്ത ഹാക്കിമുകളെ നിശ്ചയിച്ചത് കൊണ്ട് സഹാബാക്കൾ കാഫിറാണെന്ന് അവർ മുദ്രകുത്തുകയും ചെയ്തു പരിശുദ്ധ ഖുർആന്റെ ആയത്തിലൂടെ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അലി റളിയല്ലാഹു അൻഹു മുഅ്തസിലകൾക്കിലേക്ക് അയച്ചു. മാവറ അൻ-നഹർ എന്ന് പറയുന്ന പ്രദേശത്ത് 6000 വരുന്ന മുഅ്തസിലകൾ ഒരുമിച്ച് കൂടി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുടെ സംവാദത്തിന് വേണ്ടി പോയി. 3 കാര്യങ്ങൾ അവർ ചോദിച്ചു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഓതിയ ആയത്ത് ഹഖാണ്, പക്ഷെ ആ ആയത്തിലൂടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ബാത്തിലാണ് മനസ്സിലാക്കിയത്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കാത്ത, റസൂലിന്റെ സഹാബാക്കൾ മനസ്സിലാക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ആയത്തോട് നിങ്ങൾ സഹാബാക്കളെ കാഫിറാക്കിയത്. മുഅ്തസിലികൾ പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട്, പരിശുദ്ധ ഖുർആന്റെ ആയത്തില്ലേ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ജനങ്ങളുടെ വിഷയത്തിൽ വിധി തീരുമാനം നടത്താൻ അള്ളാഹുവിന് മാത്രമല്ലേ അധികാരമുള്ളൂ. ഇവിടെ മുആവിയയും അതേപോലെ തന്നെ അലിയും രണ്ടുപേരും 2 വ്യക്തികളെ, മനുഷ്യന്മാരെയല്ലേ വിധികർത്താക്കളായി സ്വീകരിച്ചത്, അതുകൊണ്ട് അവർ കാഫിറായി എന്ന്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഞാൻ വരുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്നാണ്. ഒരുപാട് സഹാബാക്കളെ കൂട്ടത്തിലുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒറ്റ സഹാബാക്കളില്ല, അതിന്റെ അർത്ഥം നിങ്ങൾ പിഴച്ചവരാണ്. കാരണം സഹാബാക്കള് പിഴച്ച ആൾക്കാരുടെ കൂടെ ഉണ്ടാവൂല. എന്നിട്ട് അദ്ദേഹം 2 ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുത്തു ആ മുഅ്തസിലിയാക്കൾക്ക്. അവരോട് പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന പ്രതിവിധി അള്ളാഹു ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട് അല്ലേ. അള്ളാഹു പറഞ്ഞു, ഫബഅസു ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ, ആ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു ഹാക്കിമിനെ കൊണ്ടുവരണം, ഒരു വിധികർത്താവിനെ കൊണ്ടുവരണം. അതേപോലെ തന്നെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് ഒരു വിധികർത്താക്കളെ കൊണ്ടുവരണം. 2 പേരും ഇരുന്ന് സംസാരിച്ച് സുൽഹുണ്ടാക്കണം. ഇതൊരു കുടുംബത്തിലെ ഒരു ദമ്പതികളുടെ വിഷയത്തിൽ അള്ളാഹു പ്രസ്താവിച്ചതാണ് ഒരു ഹാക്കിമുകളെ സ്വീകരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഖുർആനിൽ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ 2 ഹാക്കിമുകളെ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ 2 മുസ്ലിം പക്ഷത്തിന്റെ രക്തച്ചൊരിച്ചിലുകളും ഫിത്നകളും ഫസാദുകളും ഇല്ലാതാക്കാൻ 2 മുസ്ലിം സൈന്യങ്ങൾ തമ്മിൽ സുൽഹുണ്ടാക്കുന്നതിന് വേണ്ടി ഹാക്കിമുകളെ സ്വീകരിച്ചതുകൊണ്ട് എന്ത് തെറ്റാണുള്ളത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കിയ ആയത്ത് അങ്ങനെയല്ല, ആ മനസ്സിലാക്കിയ രൂപത്തിൽ സഹാബാക്കൾ മനസ്സിലാക്കിയത് പോലെയല്ല നിങ്ങൾ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് നിങ്ങൾ പിഴച്ചു പോയത്. അതുകൊണ്ടാണ് ആ സഹാബാക്കളെ തന്നെ നിങ്ങൾ കാഫിറാക്കിയത്. നമ്മൾ ആലോചിക്കണം പ്രിയമുള്ളവരെ, ഇവർ 2 പേരും ഓതിയത് ഖുർആന്റെ ഒരു ആയത്താണ്. പക്ഷേ ഒരു കൂട്ടര് സഹാബാക്കളുടെ ഫഹ്മനുസരിച്ച് വിധിച്ചു, മറ്റു കൂട്ടര് സഹാബാക്കളെ ഒഴിവാക്കി അവരുടെ ബുദ്ധി അനുസരിച്ച് വിധിച്ചു. ഇതാണ് പിഴച്ചു പോകാനുള്ള കാരണം. ഒരു ഉദാഹരണം പറയാം, പെട്ടെന്ന് മനസ്സിലാവും. ആധുനിക കാലഘട്ടത്തിൽ ചില ആൾക്കാരൊക്കെ ഹദീസിനെ നിഷേധിക്കുന്നതിന്റെ ഭാഗമായി പറയുന്ന ഒരു കാര്യമുണ്ട്. സിഹറിന്റെ ഹക്കീക്കത്തിനെ അവർ നിഷേധിക്കും. സിഹർ എന്ന് പറയുന്നത് വെറും കെട്ടുകഥയാണ്, അതിന് ഹക്കീക്കത്തില്ല എന്ന് അവർ നിഷേധിക്കും. അതിനവർ പറയുന്ന ഒരു ആയത്ത് ഈയിടെയായി ഒരാൾ ചോദിച്ചു. ഹദീസിനെ നിഷേധിക്കുകയും കളിയാക്കുകയും കൊന്നനം കുത്തുകയും ചെയ്യുന്ന ഇത്തരത്തിലൊരു ഹദീസ് നിഷേധത്തിൽ ചോദിക്കപ്പെട്ടു, അവർ ചോദിക്കാൻ നിങ്ങൾക്ക് മുമ്പ്, അതായത് ഈ ഹദീസ് നിഷേധിക്കുന്ന, ഈ സിഹറിനെ നിഷേധിക്കുന്ന ഈ കൂട്ടർക്ക് മുമ്പ് ആരെങ്കിലും സിഹറിന് ഹക്കീക്കത്തില്ല എന്ന് പറഞ്ഞതായിട്ടുണ്ടോ, അത് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ആ മഹാൻ എഴുന്നേറ്റ് ഓതിയ ആയത്ത് എന്താ അറിയോ? അദ്ദേഹം പറഞ്ഞത്, നമ്മളെ വിഭാഗം, ഈ ഹദീസ് നിഷേധിയുടെ ഈ വിഭാഗം, അവര് പറയുന്നു സിഹറിന് ഹക്കീക്കത്തില്ല, യാഥാർത്ഥ്യമില്ല എന്ന്. അത് നമ്മൾ പറയുന്നതിന് മുമ്പേ പറഞ്ഞത് അള്ളാഹുവാണ്, അതേപോലെ റസൂലാണ്, ആ റസൂലിന്റെ സഹാബാക്കളാണ്. അപ്പൊ ചോദിച്ചു അതെങ്ങനെയാ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. അപ്പൊ അവരെ ഓതിയ ആയത്ത് എന്താ അറിയോ? വത്തബഉ മാ തത്ലു ശയാതീൻ വമാ കഫറു സുലൈമാൻ വലാകിന്ന ശയാതീന കഫറു. ഓതിയ ആയത്താണ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത്. പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് പറയാൻ
സുലൈമാൻ നബി അലൈഹിസ്സലാം കാഫിറായിട്ടില്ല, പിശാചുക്കൾ കാഫിറായി. എന്തുകൊണ്ട്? അവർ ജനങ്ങളെ സിഹർ പഠിപ്പിച്ചു എന്നതുകൊണ്ട്. ഈ ആയത്ത് ഓതിയിട്ട് പറയുകയാണ് സിഹറിന് ഹഖീഖത്തില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, റസൂല് പറഞ്ഞിട്ടുണ്ട്, സഹാബാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഇവിടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആയത്ത് റസൂലുള്ളാഹി തങ്ങൾ ഓതിയിട്ടുണ്ട്, ഈ ആയത്ത് സഹാബാക്കൾ ഓതിയിട്ടുണ്ട്. ഈ റസൂലുള്ളാഹി തങ്ങളോ സഹാബാക്കളോ മനസ്സിലാക്കാത്ത രൂപത്തിലാണ് ഈ ഖൗമ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അവർ പിഴച്ചു പോകാനുള്ള കാരണം. ഈ ആയത്ത് ഓതിയിട്ട് ഒരു സഹാബാക്കളും സിഹറില്ല എന്ന് നിഷേധിച്ചിട്ടില്ല, സിഹറിന്റെ ഹഖീഖത്തിനെ നിഷേധിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ പറയുന്നത്, നമ്മുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനമായി നമ്മൾ സ്വീകരിക്കേണ്ടത് ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത് അത് സഹാബാക്കളുടെ ഫഹം അനുസരിച്ചു കൊണ്ടാണ്. സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെയാണ് മനസ്സിലാക്കേണ്ടത്. ആ സഹാബാക്കളുടെ മനസ്സിലാക്കുന്ന വിപരീതമായിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയതെങ്കിൽ നമ്മൾ പിഴച്ചു പോകും, നമ്മൾ ദാല്യങ്ങളാകും, നമ്മൾ മുദില്ലുകളാകും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ ആരെയെങ്കിലും ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിച്ചുപോയ ആൾക്കാരെ ഫോളോ ചെയ്യണം. കാരണം ആ മരിച്ചുപോയ ആൾക്കാർക്ക് പിന്നെ ഫിത്നകൾ കടന്നു വരാനില്ല. ജീവിച്ചിരിക്കുന്ന ഒരാള് ഇന്ന് മുവഹിദായിരിക്കും, ചിലപ്പോൾ വൈകുന്നേരം കാഫിറാവും. ഇത് റസൂൽ പറഞ്ഞല്ലേ, യുംസി മുഅ്മിനൻ വയസ്ബിഹു കാഫിറ വയസ്ബിഹു മുഅ്മിനൻ വയംസി കാഫിറ. പ്രഭാതത്തിൽ മുഅ്മിനായിരിക്കും, വൈകുന്നേരം കാഫിറാവും. ചിലപ്പോൾ വൈകുന്നേരം കാഫിറായിരിക്കും, രാവിലെ ആകുമ്പോൾ മുഅ്മിനാവും. ഇത് ജീവിച്ചിരിക്കുന്നവന്റെ അവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ജീവിച്ചിരിക്കുന്നവരെയല്ല, മരിച്ചുപോയവരാണ് ഫോളോ ചെയ്യേണ്ടത്. ആ മരിച്ചവരിൽ ഫോളോ ചെയ്യാൻ ഏറ്റവും അർഹമായിട്ടുള്ളത് അസ്ഹാബു റസൂലില്ല, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട റസൂലിന്റെ സഹാബാക്കളാണ്. കാരണം അള്ളാഹു അവരെ റസൂലിന്റെ സുഹബത്തിന് വേണ്ടി തെരഞ്ഞെടുത്തവരാണ്. അബറുന്നാസി ഖുലൂബൻ വഅഅമഖുഹാ ഇൽമൻ. അവർ നല്ല ഹൃദയത്തിന്റെ ഉടമകളാണ്. റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് നുബുവത്തിന്റെ നാവ് നേരിട്ട് കേട്ട് ഇൽമ് പഠിച്ചവരാണ്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് നേരിട്ട് കണ്ടവരാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ കണ്ടു പഠിച്ച സഹാബാക്കളാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്ന് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഒന്ന് ഖുർആനാണ്, രണ്ട് സുന്നത്താണ്, മൂന്ന് ആ ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത് സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെയാണ്. അതല്ല നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ വ്യാഖ്യാനിക്കുന്നതെങ്കിൽ, നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ പിഴച്ചു പോകുന്നതാണ്. ഈ പറയപ്പെട്ടതുപോലെ നരകത്തിന്റെ വിഭാഗത്തിലേക്ക് നമ്മളും തള്ളപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ റഹ്മാനായ റബ്ബ് അവന്റെ ഫദ്ല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم ثيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.